പ്രിയരെ, ക്രിസ്ത്യൻ ഫാമിലീസിലുള്ള കാരണവന്മാരായിട്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു നസ്രാണി അശുദ്ധനായവനെ തൊട്ടാൽ അവൻ വിശുദ്ധനാകുമെന്ന്. അത് കേട്ടപ്പോൾ ആദ്യം ഞാനൊന്ന് ആശ്ചര്യപ്പെട്ടു. ആ വ്യക്തിക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ പിന്നീട് വചനം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. എങ്കിൽ ആ നിമിഷം മുതൽ അവരല്ല, അവരിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. അതിനാൽ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവനിൽ ദൈവമല്ലോ തിരുവുള്ളമായിട്ട് എന്ന് പറയുമ്പോൾ പ്രിയരെ, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ആ അഭിഷിക്തൻ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ അഭിഷേകത്താൽ നിറഞ്ഞവരാണ്. ആ അഭിഷേകമാണ് മറ്റുള്ളവരെ തൊടുന്നത്. അതിനാൽ അവൻ്റെ അശുദ്ധിയെ വിശുദ്ധമാക്കാനായിട്ട് സാധ്യമാണ്. ഏത് രോഗി നമ്മുടെ മുമ്പിൽ വന്നാലും അവൻ്റെ കരം ആ രോഗിയുടെ മേൽ വയ്ക്കുമ്പോൾ അവർ സൗഖ്യമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഏത് ജാതിയിൽപ്പെട്ടാലും ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, അവൻ യഥാർത്ഥത്തിൽ യേശുവിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ മാറ്റി നിർത്താതെ അവരെ ഒന്നാക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാര്യം, നമ്മൾ യേശുവിൽ നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകം സകല നുകത്തെയും തകർക്കും. അതാണ് വചനം പറയുന്നത്. നമ്മുടെ അഭിഷേകം സകല നുകത്തെയും തകർക്കാനായിട്ടുള്ള ശക്തിയാണ് ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അവൻ തന്നെയാണ് മഹത്വമായി നമ്മളിൽ ഇരിക്കുന്നത് പ്രിയരെ. അതിനാൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസിനിയായി നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്റ്റേ ബ്ലെസ്ഡ്.